അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസിന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷർ, വളരെ പഠനാർഹമായ രീതിയിൽ നമ്മുടെ ഈ ഫാമിലി മീറ്റിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകിയ പ്രിയപ്പെട്ട റഹ്മത്തുള്ളാഹി സഖാഫി, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഒരു കൽപ്പന എന്ന രീതിയിൽ കേട്ടുകൊണ്ടാണ് ഈ ഉള്ളവൻ അത് ഏറ്റെടുത്തത്. കാരണം പ്രിയപ്പെട്ട നൗഫൽ സൈനി എൻ്റെ ഒരു ടൈറ്റിലിലാണ് ഇവിടെ ഉദ്ഘാടനത്തിന് വിളിച്ചത്. അതിൻ്റെ അപ്പുറം ഈ സ്ഥാപനത്തിൻ്റെ ഒരു സന്തതി എന്ന നിലയിൽ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു ഗസ്റ്റ് അല്ല, ഈ ഫാമിലി മീറ്റിൽ ഒരു അംഗം എന്ന നിലയിൽ കൽപ്പനയ്ക്ക് വഴിപ്പെടുകയല്ലാതെ ഈ ഞായറാഴ്ച ഇന്നത്തെ ദിവസത്തിൽ അനേകം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റെല്ലാത്തിനേക്കാളും നമ്മൾ ഇതിന് മുൻഗണന നൽകണം എന്നുകൂടെ കണക്കിലെടുത്താണ് രണ്ടാമതൊന്ന് ആലോചിക്കാതെ തന്നെ ഇതിന് സമ്മതം മൂളിയത്. 1990-91 അധ്യയന വർഷത്തിൽ ഒരു വർഷം ഇവിടുത്തെ അന്നത്തെ ഫൈനൽ ക്ലാസ്സിൽ മുഖ്തസർ കോഴ്സിൽ പഠിച്ചവനാണ് ഈ ഉള്ളവൻ. അതൊരു വർഷം മാത്രമാണെങ്കിലും ജീവിതത്തിലെ വലിയ ഒരു സൗഭാഗ്യമായിരുന്നു ആ ഒരു അധ്യയന വർഷം. അഭിവന്യരായ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇന്നും അനുഗ്രഹീതമായ നേതൃത്വമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും വലിയ ഉസ്താദ് നൂറുൽ മആരിഫ് ഷെയ്ഖുന അവർകൾ, ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഒരു വർഷത്തെ മുഖ്തസർ കോഴ്സിന് ഇവിടെ വരുമ്പോൾ ആ വർഷത്തിലാണ് കേരളത്തിലെ വലിയ കർമ്മശാസ്ത്ര വിശാരദന്മാരിൽ അറിയപ്പെടുന്ന മഹാനായ വെള്ളിയാമ്പുറം നന്നമ്പ്ര സൈദാലി മുസ്ലിയാർ അവർകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തോടൊപ്പം നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ മദതും പൊരുത്തവും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുന്നും ആ ഒരു അധ്യയന വർഷത്തിലാണ് ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. കൂടുതലൊന്നുമില്ലെങ്കിലും ഒരു ബുഖാരിയെങ്കിലും ആ ഹലറത്തിൽ നിന്ന് പഠിക്കാനുള്ള സൗഭാഗ്യവും, അതോടൊപ്പം അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഓരോ സെല്ലിലും ഓരോ ആട്ടനക്കങ്ങളിലും നമ്മളൊക്കെ ആത്മാവിൻ്റെ അകത്ത് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൻ്റെ അവസാനത്തെ സെക്കൻഡ് വരെ ഇൽമിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, രാവും പകലും വ്യത്യാസമില്ലാതെ ഈ സ്ഥാപനത്തിന് വേണ്ടി
ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും ഒന്നും വകവെക്കാതെ കർമ്മനിരതരായിരുന്ന നമ്മുടെയൊക്കെ വഴികാട്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖുൽ മആരിഫ് വാപ്പുസ്താദ് അവർകൾ ആ സവിധത്തിലും ഒരു ചെറിയ കിതാബ് കൊണ്ടെങ്കിലും ഇരിക്കാൻ കഴിഞ്ഞതും ഒരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മദതും പൊരുത്തവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ രണ്ട് ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നിലയിൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു സന്തതി എന്ന നിലയിൽ മാത്രമാണ് ഈ ഉള്ളവൻ ഈ സംഗമത്തിൽ സംബന്ധിക്കുന്നത്. നമ്മുടെ ജൈനികളും അവരുടെ കുടുംബവുമാണല്ലോ ഈ സംഗമത്തിലെ അംഗങ്ങൾ. വർത്തമാനകാലത്ത് മിക്കവാറും പരിപാടികളിലൊക്കെ ഇന്ന് ഉൾക്കൊള്ളിച്ച ഒന്നാണ് ഇത്തരം കുടുംബ സംഗമങ്ങൾ. കാരണം കാലം ഒരുപാട് പുരോഗതി ദൈനംദിനം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പണ്ടുകാലത്ത് പുരോഗമന കാലം അല്ലെങ്കിൽ IT യുഗം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇന്ന് AI യുഗത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. പണ്ടുകാലത്ത് ബഹിരാകാശ സഞ്ചാരത്തിലും സമുദ്രത്തിൻ്റെ ആഴിയിലെ പര്യവേഷണത്തിലുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന, നമ്മൾക്ക് കേൾവി മാത്രമുണ്ടായിരുന്ന റോബോട്ട്, AI എന്നൊക്കെ പറയുന്നത് ഇന്ന് സർവ്വസാധാരണമായി മാറിയ, ഹോട്ടലിലെ ജീവനക്കാരൻ മുതൽക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഇത്തരം യന്ത്ര മനുഷ്യരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഏതൊരു ടെക്നോളജിയും ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാ നിലയിലും എല്ലാ രംഗത്തും അതുകൊണ്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും ഓരോ കാലത്ത് വരുന്ന പുതിയ പുതിയ ടെക്നോളജിയും കണ്ടുപിടുത്തവുമെല്ലാം പലതരത്തിലുള്ള ഉപകാരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ AI എന്ന് പറയുന്നത് വിശ്രമമില്ലാതെ 24 മണിക്കൂറും ജോലി ചെയ്യാൻ പല നിലയിലും അതിൻ്റെ ഉപകാരം നമ്മുടെ സമൂഹം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് കോട്ടങ്ങളും അത്തരം സംവിധാനങ്ങൾ കൊണ്ട് നമുക്കറിയാം. ഈ അടുത്ത് ആന്ധ്രാപ്രദേശിലുള്ള ഒരു മനുഷ്യൻ കേരളത്തിലുള്ള ഒരു സ്ത്രീയുമായി കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റ് ചെയ്യുകയാണ്. ചാറ്റ് ചെയ്ത് അവസാനം അവരുടെ ബന്ധം കൂടുതൽ വളരുകയും അത് വലിയ സ്നേഹമായി രൂപപ്പെടുകയും അവസാനം അവർ കല്യാണം കഴിക്കാൻ തീരുമാനത്തിലെത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ആന്ധ്രാപ്രദേശുകാരനായി മനുഷ്യൻ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ഈ സ്ത്രീയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് വണ്ടി കയറുകയും കണ്ണൂരിൽ വന്ന് വണ്ടി ഇറങ്ങുമ്പോഴാണ് ഞാൻ ഈ ചാറ്റ് ചെയ്തിരുന്നത് ചാറ്റ് ബോട്ടിനോടായിരുന്നു, അതൊരു മനുഷ്യൻ തന്നെയല്ല എന്നയാൾ തിരിച്ചറിയുന്നതും അയാൾ അവിടെ നിന്ന് പൊട്ടിക്കരയുകയും ചെയ്തത് പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചതാണ്. ഇത്തരം ഒരുപാട് ചതികളും വഞ്ചനകളും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പുതിയ തലമുറയുടെ മനോഭാവത്തിൽ, കുടുംബജീവിതത്തിലെ മനോഭാവത്തിലും സാരമായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത്. അണുകുടുംബം എന്നൊക്കെ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഓരോരുത്തരും സ്വന്തത്തിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ട് കുടുംബത്തോടോ
മറ്റൊന്നിനോടും ഒരു ബന്ധമില്ലാതെ അവനവൻ്റെ കാര്യവുമായി കൊണ്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് ഞാൻ ഒരു സംഭവം ഇപ്പോൾ ഓർക്കുക. കഴിഞ്ഞ ആഴ്ച ഒരു കടയിൽ മുന്തിരി വാങ്ങാൻ ഞാൻ കയറുകയുണ്ടായി. എത്രയാണ് മുന്തിരിക്ക് വില എന്ന് ചോദിക്കുമ്പോൾ നല്ല ഒരു കൊട്ടയിൽ വെച്ച കൊലയിലുള്ള മുന്തിരിയെ ചൂണ്ടി പറഞ്ഞു, ഇതിന് 150 രൂപയാണ്. അതേ മുന്തിരി തന്നെ മറ്റൊരിടത്തുണ്ട്, കൊലയിൽ നിന്ന് വേർപെട്ട് കൂട്ടിയിരിക്കുന്നു, ഇതിന് 100 രൂപയുമാണ് എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് രണ്ടും ഒരേ സാധനമല്ലേ? അരെ, ഒരേ സാധനമാണ്, ഒരു വ്യത്യാസവുമില്ല. പിന്നെ വ്യത്യാസമുള്ളത് ഒന്ന് കൊലയിലാണ്, മറ്റൊന്ന് കൊലയിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയാണ്. ഈ കൊലയിലുള്ളതിന് 150 രൂപയും കൊലയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതിന് 100 രൂപയും. ഇതെന്താ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ കടക്കാരൻ പറയുന്നത്, ഈ മുന്തിരി കൊലയിൽ തന്നെ നിൽക്കുമ്പോൾ ഇത് നല്ല സുരക്ഷിതത്വമുണ്ട്. കൊലയിൽ നിന്ന് വേർപെട്ടത് പെട്ടെന്ന് നാശാകും, പെട്ടെന്ന് ചീത്തയാകും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് വിറ്റ് തീർക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അല്പം കുറച്ച് വില കുറച്ച് വിൽക്കുകയാണ്. കാരണം ഇത് നശിക്കാൻ, ഇത് നാശപ്പെടാൻ വളരെ പെട്ടെന്ന് സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊക്കെ ഒരു പാഠമുണ്ട്. നമ്മൾ കുടുംബത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മൾ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു വിലയുണ്ട്. തീർച്ചയായും ഒറ്റപ്പെട്ട് നിൽക്കുന്നതിലേറെ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായും നാശപ്പെടാനും നശിച്ചു പോകാനും ഏറെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. അത് തന്നെയാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ ഈ AI യുഗത്തിലെ നമ്മുടെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യവും, നമ്മൾ ഈ സംവിധാനത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിന് പകരം ഈ കുടുംബം എന്ന കൊലയിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് വിലയുണ്ടാകുന്നത്, നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. കുടുംബം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ വരദാനമാണ്, ഒരനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഔദാര്യമാണ്. കൂടുമ്പോൾ ഇമ്പം തോന്നുന്ന ഒരു കൊച്ചു സംഘമാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. മാതാവ്, പിതാവ്, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ എന്നിങ്ങനെ വ്യത്യസ്തമായ അംഗങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു സംഘമാണ് കുടുംബം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഒരു ശരീരത്തെ പോലെ നമുക്കിതിനെ മനസ്സിലാക്കാം. മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് പല അവയവങ്ങൾ കൂടി ചേർന്നതാണ്. പല അവയവങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യ ശരീരം ഉണ്ടാകുന്നത്. ഈ ഓരോ അവയവവും ആരോഗ്യത്തോടുകൂടെ നിലനിൽക്കേണ്ടത് മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യപരമായ മുന്നോട്ടുള്ള ഗമനത്തിന് അനിവാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഇതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോ അംഗവും, പിതാവാവട്ടെ, മാതാവാവട്ടെ, മക്കളാവട്ടെ, അല്ലെ ഭാര്യയും ഭർത്താവും മക്കളുമാവട്ടെ, അവരെല്ലാവരും തന്നെ അവരവരുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവരവരുടെ ധർമ്മങ്ങളും ചുമതലകളുമെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ആരോഗ്യപരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശരീരം ആരോഗ്യപരമായി നിലനിൽക്കുന്നത്. എന്നതുപോലെ ഈ കുടുംബം എന്ന് പറയുന്ന സംവിധാനം ആരോഗ്യകരമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഓരോ അംഗങ്ങളും അതിൽ ആരോഗ്യപരമായി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും പ്രാധാന്യത്തിൽ തുല്യമല്ല. നമുക്കറിയാം, ചില അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഹാനികരമായി പോയാൽ ശരീരത്തിലെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ ചില അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മുടെ ശരീരം തളർന്നു പോകുന്ന തരത്തിലുള്ള ശരീരവും നമ്മുടെ അവയവവും നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തെയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ശരീരത്തിലെ ഓരോ അവയവവും അതിൻ്റെ കൃത്യമായ ആരോഗ്യപരമായ നിലനിൽപ്പിന് ഓരോ അവയവവും ശരിയായ രീതിയിൽ നിലനിൽക്കേണ്ടതുപോലെ തന്നെ
പരസ്പരം ആശ്രയിച്ചും അതുപോലെ തന്നെ പരസ്പരം ബന്ധപ്പെട്ടും അവരവരുടെ ധർമ്മങ്ങളും ചുമതലകളും ഒക്കെ നിർവഹിച്ചും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു കുടുംബ സംവിധാനം ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആരെയും ആശ്രയിക്കാതെ, ആരോടും കടപ്പാടില്ലാതെ, ആരോടും ബന്ധമില്ലാതെ തനിക്ക് താൻ തന്നെ മതി എന്ന വർത്തമാനകാലത്തെ പുതിയ തലമുറയുടെ മനോഭാവത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സംവിധാനത്തിന് തീർച്ചയായും അനധിവിദൂരമായ ഭാവിയിൽ വലിയ തകർച്ച സംഭവിക്കും. നമ്മുടെ സമൂഹം അതിന് വലിയ വില നൽകേണ്ടി വരും എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇന്നത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രായപൂർത്തി എത്തിയ അല്ലെങ്കിൽ കല്യാണപ്രായം എത്തിയ നമ്മുടെ പെൺകുട്ടികളുടെ പലരുടെയും മനോഭാവം നമുക്കറിയാം. കല്യാണം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ കല്യാണം വേണ്ട. ബഹുഭൂരിഭാഗം പെൺകുട്ടികളുടെയും ഞങ്ങളുടെയൊക്കെ കിഴക്ക് നേറനാട്ടിലെ ഭാഗത്തുള്ള ആളുകളുടെയൊക്കെ പെൺകുട്ടികളുടെയൊക്കെ മനോഭാവം ആ ഗതിയിലാണ്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. എന്തിനാ കല്യാണം വേണ്ട എന്ന് ചോദിക്കുന്നത്, എന്ത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി ഉണ്ടാവട്ടെ, ഒരു വരുമാനം ഉണ്ടാവട്ടെ, ആരെയും ആശ്രയിക്കാതെ എനിക്ക് ഞാൻ തന്നെ മതി എന്ന തരത്തിൽ എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിലനിൽപ്പുണ്ടായിട്ട് മതി എനിക്കൊരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഒരു കല്യാണം എന്ന തരത്തിലേക്കുള്ള ഒരു മനോഭാവത്തിലേക്കാണ് നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പോലും മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്ന, മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനല്ലാതെ തുകയാനായി പിശാചായി മാറുന്ന ഒരു കാലമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. അതിന്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് അർആഹു ഇസ്തഗ്ന, തനിക്ക് താൻ തന്നെ മതി, മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ല, മറ്റൊരാളെയും ബന്ധപ്പെടേണ്ടതില്ല, മറ്റൊരാളോടും ഒരു കടമയും ഇല്ല എന്ന മനോഭാവമാണ് മനുഷ്യനെ ഇങ്ങനെ മനുഷ്യനല്ലാതെ പൈശാചികമായ രൂപത്തിൽ പിശാചിലേക്ക് വഴിമാറ്റുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ കുടുംബം എന്ന കൊലയിൽ നിന്ന് ഒഴിഞ്ഞു വീണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഫലമാണ് ഈ പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രതികരണം എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ വർദ്ധിച്ച, മയക്കുമരുന്നുകളുടെ വർദ്ധിച്ച ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളും സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഇന്ന് ഇതിൻ്റെ പേരിലുള്ള സംഗമങ്ങളും സിറ്റിങ്ങുകളും ഇവിടെ മുറക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഈ മയക്കുമരുന്ന് വ്യാപകമായത് എന്നും നമ്മുടെ കോളേജ് തലത്തിൽ വിദ്യാഭ്യാസ ക്യാമ്പസുകളിൽ എന്ന് മാത്രമല്ല ഇവിടെ ചലച്ചിത്ര താരങ്ങൾ അവരുടെ അകത്തളങ്ങളിൽ അതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും ഈ മയക്കുമരുന്നുകളുടെ ദുസ്വാധീനം വർദ്ധിച്ചു വരുന്നത് നമ്മൾ ഇന്ന് വലിയ ചർച്ചയായി അതിനു വേണ്ടിയുള്ള പരിഹാരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇതിൻ്റെ ഒക്കെ കാരണങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ഇത്തരം കുടുംബ സംവിധാനങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള നിലനിൽപ്പിൽ തൻ്റെ സംസാരത്തിനോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനോ തൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ തൻ്റെ പ്രയാസങ്ങൾ പറയാനോ ഒരാളെയും കാണാതെ അവസാനം ഇത്തരം മയക്കുമരുന്നുകളിൽ അഭയം പ്രാപിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം കൃത്യമായി കൊണ്ട് ഒരു കുടുംബം എന്ന സംവിധാനത്തിലെ അംഗങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് വിവരിച്ച് നൽകിയിട്ടുണ്ട്. ആ കൃത്യമായി വിവരിച്ച് നൽകിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാവരും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരോഗ്യകരമായ ഒരു കുടുംബവും ആ കുടുംബങ്ങൾ ഒന്നിക്കുന്ന ആരോഗ്യകരമായ ഒരു സമൂഹവും ഇവിടെ നിലനിൽക്കും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്.
പറയേണ്ടതാണ്. ഭാര്യയും ഭർത്താവും തന്നെയാണല്ലോ ഒരു കുടുംബത്തിന്റെ പ്രഥമമായ അംഗങ്ങൾ. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് സൈനികളും ഫാമിലിയും വരണം എന്ന അറിയിപ്പ് ലഭിക്കുമ്പോൾ ആരെയാണ് നമ്മൾ അതിൽ പ്രധാനമായും കരുതുന്നത്? എന്നോടൊപ്പം എൻ്റെ ഭാര്യയും കൂടെ വരണം എന്നാണ്. ഭാര്യ എന്നുള്ളത് തന്നെയാണ് ഫാമിലി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുടുംബ സമേതം ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രഥമമായ പരിഗണനയായി നമ്മൾ ഓരോരുത്തരും എടുക്കുന്നത്. ഒരു കുടുംബത്തിലെ പ്രഥമ ഗണനീയൻ നമുക്കെല്ലാവർക്കും അറിയാം, കുടുംബനാഥനാണ്. ഈ ഭർത്താവ്, ഞങ്ങളുടെ നാട്ടിൽ വീട്ടുകാരൻ എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ കുടുംബത്തിലെ പുരുഷൻ, അവൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഈ മണ്ണിൽ നിന്ന് പടച്ചതും ആദ്യമായി ഒരു പുരുഷനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്തമായ തരത്തിലുള്ള മണ്ണുകളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആദിമ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയുണ്ടായി. പുരുഷൻ, ആദം എന്ന പുരുഷനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ സൃഷ്ടിക്കുന്നത്. പിന്നീട് അപുരുഷന്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് സ്ത്രീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ കുടുംബ സംവിധാനത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ഇണയെ സൃഷ്ടിച്ചു എന്ന്. എന്തിനാണത്? അല്ലാഹു തആല തന്നെ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇണയെ സൃഷ്ടിച്ചത് ലിതസ്കുനു ഇലൈഹാ. ആ ഭാര്യയിലേക്ക്, ആ ഇണയിലേക്ക് നിങ്ങൾ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. 4 സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലിതസ്കുനു എന്ന് പറയുന്ന ഈ പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതെല്ലാം തന്നെ രാത്രിയെ പരാമർശിക്കുന്നിടത്താണ്. ബാക്കി 3 ഭാഗങ്ങളിലും, അഥവാ സമാധാനത്തിന്റെ, ശാന്തിയുടെ, സ്വസ്ഥതയുടെ, വിശ്രമത്തിന്റെ ഒരവസ്ഥയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുക്കൂൻ എന്ന് പറയുന്ന ഈ പദം പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം അല്ലാഹു പറയുന്നത് നമ്മുടെ ഇണകളെ കുറിച്ചുമാണ്. അത് തന്നെ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്ന നമുക്ക് കാണാം. ലിതസ്കുനു ബിഹി അല്ലെങ്കിൽ ലിതസ്കുനു ഇലൈഹി എന്നൊക്കെ പറഞ്ഞാൽ അതിന് പ്രത്യേകമായ അർത്ഥകൽപ്പനയുണ്ട് എന്ന്. ഈ ലിതസ്കുനു ഇലൈഹി എന്ന് പറഞ്ഞാൽ ഖൽബിയായ സമാധാനത്തിനാണ് അതിന്റെ സൂചന എന്ന് നമ്മുടെ ഇമാമുകൾ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ, ആത്മാവിന്റെ, ഖൽബിയായ ഒരു സമാധാനവും ശാന്തിയും ഒതുക്കവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ, അത് തന്നെ സ്നേഹത്തിന്റെ ഉറവിടമായ ഹൃദയത്തിനോടടുത്ത് നിൽക്കുന്ന ഒരു വാരിയലിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ച പുരുഷന്റെ ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിന്റെ ചാര നിൽക്കുന്ന ആ എല്ലിൽ നിന്ന് സൃഷ്ടിച്ച ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ ധർമ്മവും ചുമതലയും എന്ന് പറയുന്നത് തന്നെ സൃഷ്ടിച്ച അപുരുഷൻ, തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുരുഷന്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ വാരിയലിൽ നിന്നാണെങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന്റെ മനസ്സ് പ്രക്ഷുബ്ധമാകുന്ന സന്ദർഭത്തിൽ സമാധാനം നൽകുന്നതിന് വേണ്ടിയാണ്. ജോലി ചെയ്ത് ക്ഷീണിക്കുന്ന സന്ദർഭത്തിൽ ഒരൽപ്പം സമാധാനം നൽകുന്നതിന് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ആദരവായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഹിറാ ഗുഹയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രഥമമായി സന്ധിക്കുകയും ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഭയവിഹ്വലയായി വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എന്ന തന്റെ ഇണയാൻ ആദരവായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രക്ഷുബ്ധമായ ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് സമാധാനം നൽകിയത്, നബി തങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ വചനങ്ങൾ നൽകിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നക ലതസിലുർ റഹം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അല്ലാഹു ലാ യുഖ്സികല്ലാഹു അബദാ, പടച്ചവൻ നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല എന്നിനെക്ക് ഉറപ്പുണ്ട്. കാരണം എന്തെല്ലാം സാംസ്കാരികമായ ഗുണങ്ങളുണ്ടോ, എന്തെല്ലാം സാമൂഹ്യമായ നന്മകളുണ്ടോ എൻ്റെ ജീവിതത്തിൽ അങ്ങയിൽ നിന്ന് ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് സമാധാനം നൽകിയത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ ധർമ്മമാണ് ഏറ്റവും
ഏറ്റവും പ്രധാനമായി നമ്മുടെ കുടുംബിനികൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ധർമ്മമായി കുടുംബ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമാധാനം, ഈ അടക്കം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ആ കുടുംബം എന്ന് പറയുന്നത് തീർച്ചയായും നരകതുല്യമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളുമായി നമ്മോട് സംവദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിയമവിശാരദന്മാരും മറ്റുമൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രധാനമായും നമ്മുടെ വീട്ടുകാരനും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, പുരുഷനും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വാരിയല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വളഞ്ഞ വാരിയല്ലാണ് ആ സ്ത്രീയെ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ ആ വാരിയല് ഒറ്റയടിക്ക് നിവർത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോവുകയായിരിക്കും അനന്തര ഫലം. എന്നാൽ നിങ്ങൾ ഒട്ടും അത് ശ്രദ്ധിക്കാതിരുന്നാൽ കൂടുതൽ വളഞ്ഞു പോകുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ഈക്വലായ സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാവിധ ചുമതലയും നമ്മുടെ കയ്യിലാണ് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. ഖു അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരവും നരകത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിന്റെ പ്രഥമ കണ്ണിയായ പുരുഷൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സഹോദരിമാരുടെ ഉത്തരവാദിത്വവും ബാധ്യതയും അവർക്ക് സദാസമയവും ശരിയായ വിധത്തിൽ, ഇവിടെ നേരത്തെ ബഹുമാന്യനായ എളമരം സഖാഫി അവർകൾ സൂചിപ്പിച്ചതുപോലെ നല്ല ഭാഷയിൽ, നല്ല വർത്തമാനത്തിൽ നമ്മൾ അവരെ നേരെയാക്കാൻ വേണ്ടിയുള്ള, എപ്പോഴെങ്കിലും വളഞ്ഞു പോകുന്നുവെങ്കിൽ നേരെയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതോടുകൂടെ തന്നെ നമ്മുടെ കുടുംബിനികളായ സഹോദരിമാരെ ഒറ്റ കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ അവസാനിപ്പിക്കാം. ഈ വളഞ്ഞ വാരിയെല്ല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ തീർച്ചയായും പുരുഷന്മാരുടെ നട്ടെല്ലൂരിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വാരിയെല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണെങ്കിലും പുരുഷന്റെ നട്ടെല്ലൂരാനും ഇവിടുത്തെ സഹോദരിമാർക്ക് സാധിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, യഅതി അലന്നാസി സമാൻ ഹലാ യകൂനു ഹലാഖുർ റജുലി അലാ യദി സൗജതിഹി വഅബവൈഹി വവുൽദിഹി. അവസാന നാൾ വരുന്ന സന്ദർഭത്തിൽ വലിയ വലിയ ടെക്നോളജികളൊക്കെ വർദ്ധിച്ചു വരുന്ന കാലമാണെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നത് അവന്റെ ഭാര്യ കാരണമാണ്, അവന്റെ മാതാപിതാക്കൾ കാരണമാണ്, അവന്റെ മക്കൾ കാരണമാണ്, അവന്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെയും കാരണമായി കൊണ്ടാണ് അവൻ നശിച്ചു പോകുന്നത്. യുഅയ്യിറൂനഹു ബിൽ ഫഖർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇവൻ അവരെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് അധിക്ഷേപിച്ചു കൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് അവരുടെ വീട്ടിൽ അങ്ങനത്തെ സൗകര്യമുണ്ട്, ഇങ്ങനത്തെ സൗകര്യമുണ്ട്, വീടിന്റെ മതിൽ, വീടിന്റെ ടെറസ്, വീടിന്റെ സൗകര്യങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് അവൻ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കും. യുകല്ലിഫൂനഹു മാ ലാ യുതീഖ്. എന്നിട്ട് ഇവനോട് നിർബന്ധിച്ചു കൊണ്ടിരിക്കും, ഇവന്റെ വരുമാനത്തിനനുസരിച്ചു കൊണ്ടുള്ളതല്ലാത്ത അവന്റെ ചെലവിന് വേണ്ടി, വീട് മൊഞ്ചാക്കാൻ, മതില് മൊഞ്ചാക്കാൻ, മറ്റു പല മാമൂലുകൾക്കും വേണ്ടി കുടുംബാംഗങ്ങൾ ഒന്നൊന്നായി ഇവനെ ആക്ഷേപിക്കുകയും ഇവനോട് നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയും ഇവന്റെ വരുമാനത്തിന്റെ പരിധിക്കപ്പുറത്ത് ഇവനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവസാനം അവൻ ഒരുപാട് കുറുക്കു വഴികളിലേക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി അവൻ പ്രവേശിക്കേണ്ടി വരികയാണ്. അവൻ പഠിച്ച, അവൻ മനസ്സിലാക്കിയ, അവൻ കിതാബുകളിൽ കണ്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിന്റെ ഈ ആക്ഷേപവും കുടുംബത്തിന്റെ ഈ കുറ്റപ്പെടുത്തലുകളും കണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ, പണമുണ്ടാക്കാൻ കുറുക്കു വഴികൾ അന്വേഷിച്ചുകൊണ്ട് അവസാനം അവൻ ചെന്നെത്തുന്നത് അവൻ പഠിച്ച ഇൽമും
അവന്റെ ദീനിന്റെയും ശരീഅത്തിന്റെയും നിയമങ്ങളും ഒക്കെ മുഴുവൻ കാറ്റിൽ പറത്തുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് ഇവൻ എത്തിച്ചേരുക. അതുകൊണ്ട് ആ മനുഷ്യൻ നിശേഷം നശിച്ചു പോകാൻ അവന്റെ കുടുംബാംഗങ്ങൾ നിമിത്തമായി തീരുമെന്ന് ആദരവായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ഓരോ പിതാവിൻ്റെയും ഓരോ കുടുംബനാഥന്റെയും വരുമാനം എന്തൊക്കെ, അവൻ എന്ത് കിട്ടുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചു കൊണ്ട് മാത്രം അവനോടൊപ്പം സ്നേഹത്തിൽ, അവനോടൊപ്പം പൊരുത്തത്തിൽ, കുറ്റപ്പെടുത്തലുകളും അധിക്ഷേപവും ഇല്ലാതെ സന്തോഷകരമായി പോകാൻ അവനവന്റെ ചുമതലകളും ധർമ്മങ്ങളും ഒക്കെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചത് ഇത്തരം വേദികളിൽ നിന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആരോഗ്യകരമായ ഒരു കുടുംബ സംവിധാനം നിലനിൽക്കാൻ വേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സന്തോഷത്തോടുകൂടെ കുടുംബജീവിതം നയിക്കുന്ന നല്ലവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അഭിവന്ദ്യരായ ഷെയ്ഖുൽ മആരിഫ് ഷെയ്ഖുന ഓക്കെ ഉസ്താദ് അവർകൾ പോലെയുള്ള നമ്മുടെ മഹത്തുക്കളായ മശായിഖന്മാരോടൊപ്പം നമ്മയൊക്കെ അല്ലാഹു തആല ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ ഫാമിലി മീറ്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.